ശ്രീ വി ടി ബാലറാം. സർ, സംസ്ഥാനത്തെ നെല്ല് സംഭരിക്കപ്പെടേണ്ട കർഷകരുടെ ഏതാണ്ട് പകുതിയോളം എൻ്റെ ജില്ലയായ പാലക്കാടാണ് സർ. 45,000-ഓളം കർഷകരിൽ നിന്നാണ് നെല്ല് സംഭരിക്കേണ്ടത് ഓരോ സീസണിലും. പക്ഷേ ഈ മെയ് മാസം അവസാനം വരെ ഏതാണ്ട് 15,000-ഓളം കർഷകരിൽ നിന്ന് മാത്രമാണ് സർ നെല്ല് സംഭരിച്ചിരുന്നത്. അത്രത്തോളം കുത്തഴിഞ്ഞ അവസ്ഥയായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി മാറിയത് ഇത് സഹകരണ സംഘങ്ങളെ ഏൽപ്പിച്ചതുകൊണ്ടാണ്. സഹകരണ സംഘങ്ങൾ പല കാരണങ്ങൾ പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിവാകുകയായിരുന്നു. പ്രധാനമായിട്ട് അവർക്ക് ഓൺ ഫണ്ട് ഇല്ല എന്ന് പേര് പറഞ്ഞുകൊണ്ട് അവർ ഒഴിവായിരുന്നു. പിന്നീട് ഇപ്പോൾ ഗവൺമെൻറ് അതിൽ മാറ്റം വരുത്തി, നല്ല കാര്യം. എനിക്ക് ഇതിൽ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാനുള്ളൊരു കാര്യം, പാലക്കാട് ജില്ലയിൽ പുഞ്ചയടക്കം 3 ക്രോപ്പുകളിലായി സ്ഥിരമായി എന്ന നിലയിൽ തന്നെ നെല്ല് സംഭരണം നടക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇതിന് വേണ്ട ഒരു അടിസ്ഥാന സൗകര്യവും പാലക്കാട് ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ടില്ല. പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാർക്ക് അതിനുള്ള സൗകര്യമില്ല. ഏതാണ്ട് 60ഓളം ജീവനക്കാർ സർ കളക്ടറേറ്റിൻ്റെ വരാന്തയിൽ ഇരുന്നു കൊണ്ടാണ് ഈ വെരിഫിക്കേഷൻ പ്രവൃത്തിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് ഇരിക്കാനൊരു റൂം പോലും ഉണ്ടായിരുന്നില്ല. പുതിയ കളക്ടർ വന്നതിന് ശേഷം താൽക്കാലിക അറേഞ്ച്മെൻറ്റ് നൽകിയിട്ടുണ്ട്. സീസണിൽ ഏതാണ്ട് 60ഓളം ആളുകളും അല്ലാത്ത സമയത്ത് 20-25 ആളുകളും ഇതിൽ സ്ഥിരമായി വർക്ക് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, കളക്ടറേറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൊട്ടടുത്ത ഉചിതമായിട്ട് സ്ഥലത്ത് ഇവർക്ക് നല്ലൊരു ഓഫീസ് സംവിധാനം സ്ഥിരമായി ഇത് ചെയ്യേണ്ട അത്യാവശ്യമുള്ളതുകൊണ്ട് അതൊരുക്കാൻ വേണ്ടി തയ്യാറാകുമോ? അതിനുള്ള അടിയന്തരമായിട്ടുള്ള നിർദ്ദേശം നൽകിയില്ലെങ്കിൽ അടുത്ത ക്രോപ്പ് സീസണിലും ഇത് അനന്തമായി നീണ്ടുപോകുന്ന അവസ്ഥയുണ്ടാവും. അതിനുള്ള അടിയന്തര നടപടി ഇപ്പോഴേ സ്വീകരിക്കുമോ? മിനിസ്റ്റർ. സർ, മെയ് 30 വരെ ക്ലെയിമുകൾ സമർപ്പിച്ച കർഷകർക്കുള്ള തുക വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അതുവഴി നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ പാലക്കാട് ജില്ല ഉൾപ്പെടെ ഈ കഴിഞ്ഞ ശനിയാഴ്ച വരെ ഈ ഗവൺമെൻറ് ചുമതലയേറ്റതിന് ശേഷം 217 കോടി രൂപയ്ക്ക് അടുത്ത് വിതരണം നൽകി കഴിഞ്ഞു. ഇപ്പോൾ ബഹുമാനപ്പെട്ട അംഗം ഇവിടെ പ്രതിപാദിച്ച പോലെ ടാക്സുകൾ പൂർണ്ണമായും പാലക്കാട് ജില്ലയിൽ നിന്ന് ഒഴിവാക്കി SBI കാനറ ബാങ്ക് കൺസോർഷ്യത്തിലേക്ക് കൊണ്ടുവരാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 5-6 കൂടിയ മീറ്റിങ്ങിലെടുത്തു. അതനുസരിച്ച് ഇപ്പോൾ അതിൻ്റെ സംഭരണവും ഒപ്പം തന്നെ തുകയുടെ വിതരണവും അതിൻ്റെ കൃത്യതയോടെ ഇപ്പോൾ കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ബാക്കിയുള്ള കർഷകർക്കും കൂടി തുക ലഭ്യമാക്കാൻ കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ച അടിസ്ഥാന സൗകര്യം ലഭ്യമാക്കുക എന്നുള്ളതാണ് പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാരടക്കമുള്ള കാര്യങ്ങൾ. അതിൻ്റെ അകത്ത് എങ്ങനെയാണ് അതിൻ്റെ സൗകര്യങ്ങൾ എന്നുള്ളത് നോക്കി അതിനാവശ്യമായ ക്രമീകരണങ്ങൾ നടത്താനുള്ള നടപടികൾ സ്വീകരിക്കും.